ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഒരു അടിപൊളി 5-in-1 ടോട്ട് വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറുന്നുണ്ടല്ലേ, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ പണ്ടാരം നല്ല വിലയാണ് അല്ലേ, ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വില കൂടുതൽ ആകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മഞ്ഞ ഞാനിപ്പോൾ ഇടുന്നില്ല, പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ മഞ്ഞ ഉണ്ടല്ലോ, നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ മഞ്ഞ കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ വേണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാച്ചിയ പാലാണ് കേട്ടോ. അപ്പോൾ ചൂടോടെയുള്ള കുറച്ച് ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി, അതായത് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ അതാണ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ഉള്ള നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 10 രൂപയുടെ നമ്മുടെ മിൽക്കി ബാർ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിന് പകരം നമുക്ക് പാല് വേണമെങ്കിലും ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വൈറ്റ് സോസ് ആക്കി എടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ട പോലെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടില്ല കേട്ടോ. കുറച്ച് ലൂസായിരിക്കണം വിപ്പിംഗ് ക്രീം, ആവശ്യത്തിനുള്ള തണുപ്പും ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പീസ് നമ്മുടെ ടിഫിൻ ബോക്സിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഇനിയിപ്പോൾ ടിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അബ്സോർവ് ആകുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ കേക്ക് നന്നായിട്ട് അബ്സോർവ് ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും എത്തുന്നത് പോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊണ്ട് നല്ല തിക്കായിട്ടുള്ള നമുക്ക് പാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ലെയർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് ചേർത്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി വൈറ്റ് സോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് കുറച്ച് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒന്ന് സെറ്റായതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് കുറച്ച് ലൂസായി പോയി. കുറച്ച് തിക്കായിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും, നല്ല സെറ്റായിട്ട് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കുറച്ച് കൂടുതലായിട്ട് തന്നെ തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇടാനുള്ളത് നമ്മൾ മിൽക്ക് പൗഡറാണ് കേട്ടോ. അതായത് പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത്. ഇനി നമുക്കിത് സെറ്റായതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറേ കഴിയുമ്പോൾ ഒന്ന് സെറ്റായി വരുമല്ലോ, അപ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കുറച്ച് ലെയർ നമ്മൾ ചോക്ലേറ്റിൻ്റെ കുറച്ചല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്കാണ്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും അതേപോലെ നമ്മുടെ ചോക്ലേറ്റും എല്ലാം കൂടി കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയലായിട്ടുള്ള നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ വില കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ ചോക്ലേറ്റ്